സഞ്ജീവ് ഗോയങ്ക ഇപ്പോൾ ശാന്തനാണ്. കയ്യിലുണ്ടായിരുന്ന കളികളെ കളഞ്ഞുകുളിച്ച് നിൽക്കുന്ന സ്വന്തം ടീമംഗങ്ങൾക്കിടയിലേക്ക് പുഞ്ചിരിച്ച മുഖവുമായി അയാൾ നടന്നെത്തുന്നു. ഋഷഭ് പന്തിനോട് തമാശ പറയുന്നു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ തിരികെ കയറിപ്പോകുന്നു. കഴിഞ്ഞ ദിവസം രാജസ്ഥാനോട് തോറ്റ ശേഷം ഋഷഭ് പന്തിനെ ആലിംഗനം ചെയ്യുന്ന ഗോയങ്കയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ടീം തോൽക്കുമ്പോഴും സമാശ്വസിപ്പിച്ചു കൂടെ നിൽക്കുന്ന ഉടമ. ആ ഇമേജാണിപ്പോൾ ഗോയങ്കയ്ക്ക്. ഉള്ളിൽ അരിശമുണ്ടാകും. പക്ഷേ എന്തെങ്കിലും മിണ്ടിയാൽ ഏറലാകുമോ എന്ന ഭയമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആരാധകർ. 2 വർഷം മുമ്പ് ഇതുപോലൊരു തോൽവിക്ക് ശേഷം KL രാഹുലിനെ ഗ്രൗണ്ടിലിട്ട് നിർത്തിപ്പൊരിച്ച് ഗോയങ്കയെ ഓർമ്മയില്ലേ? അന്ന് എയറിൽ കയറിപ്പോയ മുതലാളി താഴേക്കിറങ്ങി വരാൻ കുറച്ച് സമയമെടുത്തു. ആ കാലത്ത് രാഹുലിനെ ഉന്നമിട്ട് വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ടീമിനായി കളിക്കുന്നവരെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്നൊരു പ്രതികരണം നടത്തുന്നുണ്ട് ഗോയങ്ക. പിന്നീട് KL രാഹുൽ ലക്നൗ വിട്ടു. ഒടുവിൽ ഡൽഹി ജേഴ്സിയിൽ കഴിഞ്ഞ വർഷം അയാളുടെ പ്രതികാരം അരങ്ങേറി. ലക്നൌവിനെ ഒരു മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി തോൽപ്പിച്ച് മടങ്ങവേ കൈതരാനെത്തിയ ഗോയങ്കയെ പാടെ അവഗണിച്ച് മടങ്ങുന്ന രാഹുലിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ 27 കോടി മുടക്കിയാണ് ഗോയങ്ക ഋഷഭ് പന്തിനെ ടീമിലെത്തിച്ചത്. പ്രൈസ് ടാഗിൻ്റെ ഭാരം കൊണ്ടാണോ എന്നറിയില്ല. ലക്നൌവിനൊപ്പമുള്ള ആദ്യ സീസണിൽ ഫ്ലോപ്പായിരുന്നു പന്ത്. ഇത് ടീമിൻ്റെ പ്രകടനങ്ങളിലും നേളിച്ചു കണ്ടു. 14 മത്സരങ്ങളിൽ നിന്ന് 269 റൺസായിരുന്നു പോയ സീസണിൽ ലക്നൗ നായകൻ്റെ സമ്പാദ്യം. അതിൽ പകുതിയിലേറെ റൺസും വന്നത് 2 മത്സരങ്ങളിൽ നിന്നാണ് എന്നോർക്കണം. 133 സ്ട്രൈക്ക് റേറ്റിലാണ് ടൂർണമെൻറ്റിൽ പന്ത് ബാറ്റ് വീശിയത്. 1 സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും താരത്തിൻ്റെ പേരിലുണ്ടായിരുന്നു. 14 മത്സരങ്ങളിൽ നിന്ന് 6 ജയവും 8 തോൽവിയുമായി പോയിന്റ് ടേബിളിൽ 7ാമതായാണ് ടീം ഫിനിഷ് ചെയ്തത്. 12 പോയിൻ്റായിരുന്നു സമ്പാദ്യം. ഈ സീസണിലും കാര്യങ്ങൾ അത്രക്ക് സുഖകരമല്ല പന്തിനും ലക്നൌവിനും. കഴിഞ്ഞ 4 മത്സരങ്ങളിൽ ടീം ജയം എന്താണ് എന്നറിഞ്ഞിട്ടില്ല. കളിച്ച 7ൽ 5 കളികളും തോറ്റു. പോയിന്റ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. തൊട്ട് താഴെ കൊൽക്കത്ത മാത്രം. ഇനി പന്തിൻ്റെ സംഭാവനകൾ നോക്കൂ. 7 മത്സരങ്ങളിൽ നിന്ന് 147 റൺസ്, ഒരൊറ്റ അർദ്ധ സെഞ്ചുറി, 132 സ്ട്രൈക്ക് റേറ്റ്, 24 ബാറ്റിംഗ് ആവറേജ്, 14 ഫോറും 5 സിക്സുമാണ് പായിച്ചത്. നിർണായക സമയങ്ങളിലൊന്നും ടീമിനെ വിജയത്തിലെത്തിക്കാനായില്ല. ഇന്നലെ രാജസ്ഥാൻ ലക്നൌവിന് മുന്നിൽ താരതമ്യേന ചെറിയ വിജയലക്ഷ്യമാണ് ഉയർത്തിയത്. 1 ഡൗണായി ക്രീസിലെത്തിയ പന്ത് 2ാം ഓവറിൽ തന്നെ ബർഗറിന് വിക്കറ്റ് നൽകി മടങ്ങി. 3 പന്ത് നേരിട്ട് സംഭൂജനായിട്ടായിരുന്നു ലക്നൗ നായകൻ്റെ മടക്കം. ചെറിയ വിജയലക്ഷ്യമാണ്. ഓപ്പണർ ആയുഷ് ബദോനി ആദ്യ ഓവറിൽ തന്നെ കൂടാരം കയറിയിട്ടുണ്ട്. ഒരൽപ്പം കരുതലോടെ തുടങ്ങി പതിയെ ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ മതിയാകും. എന്നാൽ ആദ്യ പന്ത് മുതൽ തന്നെ ഹിറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന പന്തിനെയാണ് ഇന്നലെ മൈതാനത്ത് കണ്ടത്. ഒന്നും കണക്റ്റായില്ല. ഒടുവിൽ ഒരിക്കൽ കൂടി അയാൾ നിരാശരായി മൈതാനം വിടുന്നു. ഷോട്ട് സെലക്ഷനിലും ജഡ്ജ്മെൻറ്റിലുമൊക്കെ പന്തിന് പാളുന്ന കാഴ്ചകൾക്ക് ആരാധകർ സാക്ഷിയാകാൻ തുടങ്ങിയിട്ട് കുറച്ചേറെയായി. ഇന്നലെയും സർഫേസും കണ്ടീഷനും മനസ്സിലാക്കാതെയാണ് അയാൾ ബാറ്റ് വീശിയത്. ഒടുവിൽ ഒരിക്കൽ കൂടി വിക്കറ്റ് വലിച്ചെറിഞ്ഞു. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 67 റൺസ് കുറിച്ച മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സിന് ശേഷം അടുത്ത 5 മത്സരങ്ങളിൽ നിന്നായി പന്തിൻ്റെ ആകെ സമ്പാദ്യം 72 റൺസാണ്. പോയ സീസണിൽ ബാറ്റിങ്ങിൽ പന്തിന് കൃത്യമായൊരു സ്ലോട്ടില്ല എന്നത് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. പല മത്സരങ്ങളിലും പല റോളുകളിലാണ് അയാൾ മൈതാനത്ത് അവതരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കുറി ലക്നൗ നിരയിൽ 1 ഡൗണായാണ് അയാൾ സ്ഥിരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 മത്സരങ്ങളിലും നമ്പർ 3 റോളിൽ പിച്ചിലെത്തുന്ന പന്ത് ഒറ്റ മത്സരത്തിലാണ് ക്ലിക്കായത്. 18 മാസങ്ങൾക്ക് മുമ്പാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഒരു മത്സരത്തിനിടെ ഒരു അനാവശ്യ ഷോട്ടിന് മുതിർന്ന് പുറത്തായ പന്തിനെ നോക്കി കമൻ്ററി ബോക്സിലിരുന്ന സുനിൽ ഗവാസ്കർ സ്റ്റുപ്പിഡ് 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 എന്ന് ആവർത്തിച്ചു. നിങ്ങൾക്ക് വേണ്ടി എതിർ ക്യാപ്റ്റൻ 2 ഫീൽഡർമാരെ തേർഡ് മാനിൽ ഒരുക്കി നിർത്തിയിരിക്കുന്നു. ആ കെണിക്ക് തലവെച്ച് കൊടുക്കുന്നത് പോലെ അവരാഗ്രഹിച്ച ഷോട്ട് തന്നെ നിങ്ങൾ കളിക്കുന്നത് എങ്ങനെയാണെന്നാണ് അരിശത്തോടെ ഗവാസ്കർ ചോദിച്ചത്. അതും വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കുന്ന നിർണായക ഘട്ടത്തിൽ. ടെസ്റ്റിലും അഗ്രസീവ് അപ്രോച്ചിൽ കളിക്കുന്ന പന്തിൻ്റെ ഷോട്ട് സെലക്ഷൻ ഏറെക്കാലമായി വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപാട് ഷോട്ടുകൾ കൈവശമുള്ള പന്തിന് ഏത് കളിക്കണം എന്ന ആശയക്കുഴപ്പമാണോ എന്നാണ് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾ പലരും ചോദിക്കുന്നത്. മൈതാനത്ത് ഒരൽപ്പം സമയമെടുത്ത് സെറ്റിലായ ശേഷം സർഫേസും കണ്ടീഷനും മനസ്സിലാക്കി ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ പന്തിന് തൻ്റെ കൈവശമുള്ള ഷോട്ടുകളൊക്കെ കളിക്കാം. എന്നാൽ അതിനുള്ള ക്ഷമ അയാൾ കാണിക്കുന്നില്ല. കഴിഞ്ഞ സീസൺ മുതൽ T20 മൈതാനങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്ന പന്ത് പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ കരുതലോടെ കളിക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചുകളിൽ പോലും പന്ത് കാണിക്കുന്ന അശ്രദ്ധ അയാളുടെ തന്നെ കുഴിവെട്ടിന് തുല്യമാണെന്നാണ് പലരും വിലയിരുത്തുന്നത്. പന്ത് മാത്രമല്ല, നിക്കോളാസ് പൂരനടക്കം വലിയ പേരുകൾ പലരും അണിനിരക്കുന്ന ലക്നൗ നിരയിൽ സ്ഥിരതയോടെ കളിക്കുന്നുണ്ടെന്ന് പറയാൻ ഒരു പേര് പോലുമില്ല. 7 മത്സരങ്ങൾ കഴിയുമ്പോൾ 73 റൺസാണ് പൂരൻ്റെ സമ്പാദ്യം. 22 ഹയസ്റ്റ് സ്കോർ, 82 സ്ട്രൈക്ക് റേറ്റ്, 10 ബാറ്റിംഗ് ആവറേജ്.
ഇതുവരെ ആകെ പായിച്ചത് 3 സിക്സും 3 4 മാത്രം. മാർക്രം, ബദോണി, മാർസ് തുടങ്ങി ആരും ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുത്തിട്ടില്ല. ക്യാപ്റ്റൻസിയുടെ ഭാരമാണ് തന്നെ ബാധിക്കുന്നത് എങ്കിൽ പന്ത് ശ്രേയസ് അയ്യരെയും രജത് പട്ടിദാറിനെയും ഒക്കെ കണ്ടുപഠിക്കട്ടെ. ഏതായാലും ഈ സീസണിലും ലക്നൗ പതിവ് പലവികൾ ആവർത്തിക്കുന്നുവെങ്കിൽ ഗോയങ്കയ്ക്ക് പന്തിനെയും വെട്ടേണ്ടി വരും. പന്ത് തിരുത്താൻ തയ്യാറാകട്ടെ.